ഈ ഡിസംബർ മാസം വൃശ്ചിക മാസമൊക്കെ നല്ല തണുപ്പല്ലേ. അപ്പോൾ ഈ തണുപ്പത്തെ മാവ് പൊളിച്ചിട്ടാൻ കുറച്ച് പ്രയാസമാണല്ലേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മാവ് പൊളിക്കാനായിട്ടൊരു ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ രാത്രിയല്ലേ മാവ് അരച്ച് വെക്കുക. അപ്പോൾ അരച്ച് വെച്ച മാവിലേക്ക് ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളോ ഇതേപോലെ ഇറക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കുക. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ രീതിയിൽ പുളിച്ച് വരും. ഇത് ഉറപ്പാണ് കേട്ടോ. നല്ല രീതിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ പുളിച്ച് വരും, ഉറപ്പാണ്. പിന്നെ നമ്മൾ ആ ഗ്ലാസ്സിലുള്ളതൊക്കെ നമ്മൾ കൈകൊണ്ട് തുടച്ചിട്ട് മാവിലേക്ക് തന്നെ എടുക്കണം കേട്ടോ. വേസ്റ്റ് ആക്കരുത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് കിട്ടും. തണുപ്പാണെന്നുള്ള പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുക്കറിലോ ഓവനിലോ അതേപോലെ ഒന്നും ചെയ്യേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു ചെറിയൊരു ടിപ്പ് ചെയ്താൽ മതി. ഈ ഒരു ഗ്ലാസ്സോ ബൗളോ ഇതേപോലെ മാവിലേക്ക് ഇറക്കി വെച്ചാൽ നല്ല അടിപൊളി മാവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. തണുപ്പൊന്നും പ്രശ്നമേ അല്ല. അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും ഉഴുന്ന് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാറ്റർ വെച്ചിട്ട് നമുക്ക് പല പല വെറൈറ്റീസ് ഉണ്ടാക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാം, അതേപോലെ നെയ് റോസ്റ്റ് ഉണ്ടാക്കാം, മസാല ദോശ ഉണ്ടാക്കാം, ഉഴുന്ന് ദോശ ഉണ്ടാക്കാം. അങ്ങനെ വെറൈറ്റികളായിട്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എന്ത് ചുട്ടെടുത്താലും നമ്മളെ മാവ് എന്താവണം, നല്ല രീതിയിൽ പൊങ്ങി വന്നാൽ മാത്രമേ സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഉഴുന്ന് ദോശ ചുടുകയാണ്. അപ്പോൾ ചപ്പാത്തി ചുടുന്ന കല്ലായതുകൊണ്ട് നമുക്ക് ദോശ പെട്ടെന്ന് കിട്ടൂല. അതുകൊണ്ട് ഞാൻ ആദ്യം ചുടുമ്പോൾ എപ്പോഴും ഇതേപോലെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതേപോലെ ആദ്യം ഒരു ദോശ ഞാൻ കട്ടിക്കാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചില ആൾക്ക് കട്ടി ദോശയായിരിക്കും ഇഷ്ടം, ചില ആൾക്ക് നേരിയ ദോശയായിരിക്കും. അപ്പോൾ നമുക്കെന്തായാലും നേരിയ ദോശയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കല്ലൊന്ന് മയങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ രീതിയിലൊന്ന് ആദ്യം കട്ടിയുള്ള ദോശ ഒന്ന് ചുട്ടെടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഓയിലൊന്നും പുരട്ടാതെ ഇതേപോലെ ചുറ്റിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഓയിൽ പുരട്ടിയാലും നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഇതേപോലെ റൗണ്ടിൽ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റില്ല. ഒരു വശം മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് അപ്പടം കൊടുക്കും കേട്ടോ. ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് എനിക്കെപ്പോൾ ഇഷ്ടം. അപ്പോൾ ഫസ്റ്റ് മാത്രമേ ഞാൻ ഓയിലൊന്ന് തടകാതെ, ചപ്പാത്തി ചുടുന്ന കല്ലായതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ഇടാതെ നമ്മൾ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാൻ സാധിക്കൂ. ഓയിലിന് നമുക്ക് പരത്താൻ പറ്റില്ല കേട്ടോ. നമ്മുടെ അടിപൊളി ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉഴുന്ന് ദോശയും നല്ല കേരമീൻ മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ കേരമീൻ്റെ മണ്ടഭാഗമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു മുളകിട്ടിയും ദോശ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, കുട്ടികളായാലും കഴിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.